ദേശീയപാതയിൽ വൺവേ തെറ്റിച്ചെത്തിയാൽ ഇനി പോലീസിന്റെ വലയിലാകും. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ തുടർന്ന് പോലീസ് മഫ്റ്റിയിൽ പരിശോധന തുടങ്ങി. പിടിക്കപ്പെട്ടാൽ കനത്ത പിഴ, അപകടം വരുത്തിയാൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുമെന്നും പോലീസിന്റെ മുന്നറിയിപ്പ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, വാഹനം ഉപയോഗിക്കുന്നവരെ, എനിക്ക് ഇന്നലെ നടന്ന സംഭവത്തിൽ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് മിനിയാന്ന് നടന്നത്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദാരുണമായിട്ട് മരണപ്പെട്ടു. നമ്മുടെ ഇടിമുഴിക്കൽ മുതൽ മേലച്ചേളാരി വരെയാണ് പറയുകയാണെങ്കിൽ തേഞ്ഞിപ്പലം സ്റ്റേഷൻ ലിമിറ്റിൽ വരിക റോഡ്. ഏകദേശം 4-5 കിലോമീറ്ററോളം റോഡ് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് KNRCL ഏകദേശം ഒരു 2-3 സ്ഥലത്ത് നമുക്ക് എൻട്രി തന്നിട്ടുണ്ട്. ഈ എൻട്രി എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ കയറി നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വാഹനങ്ങൾ പോകുന്നത് ആ ഭാഗത്തേക്ക് പോകാനായിട്ടാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന എൻട്രിയിൽ കൂടി കയറിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞാൽ വൺ വേ വയലേറ്റ് ചെയ്ത് കുറഞ്ഞ ദൂരം ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ദൂരം ലാഭിക്കാനോ ആയിട്ട് ഓട്ടോറിക്ഷക്കാർ, അതുപോലെ തന്നെ ബസ്സുകാർ, ഈവൻ മോട്ടോർ സൈക്കിളിൽ പോകുന്നവരടക്കം, പ്രൈവറ്റ് കാറുകൾ വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഈ ലോങ് റൂട്ടിൽ നിന്ന് വരുന്നു നമ്മുടെ ഇവിടെ സർവീസ് നടത്തുന്ന ബസ്സുകാരും ഓട്ടോക്കാരുമാണ് കൂടുതലായിട്ടും ഈ പറയുന്ന റോഡിൽ വൺ വേ വയലേറ്റ് ചെയ്ത് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ വാഹനങ്ങൾ ഈ ഇടിമുഴിക്കൽ നിന്ന് ഇപ്പം തെക്കോട്ടോ വടക്കോട്ടോ പോകുന്ന വാഹനങ്ങളാണെങ്കിൽ ഒരു 100-110 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. കാരണം 3 ട്രാക്ക് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത്, ഒന്ന് സ്പീഡ് ട്രാക്ക്, പിന്നെ മീഡിയം സ്പീഡ്, പിന്നെ ലോ ആയിട്ട് പോകേണ്ട വെഹിക്കിൾസ് വേണ്ടി പ്രത്യേകം മാർക്ക് ചെയ്യുന്ന ട്രാക്കിൽ കൂടി അതേ ഒരു 100-110 കിലോമീറ്റർ സ്പീഡിൽ നല്ല ഫാസ്റ്റായിട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. പെട്ടെന്ന് എതിരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ബ്രേക്ക് ചെയ്താലും കിട്ടില്ല, വെട്ടിച്ചാൽ എങ്ങോട്ടാണ് വെട്ടിക്കേണ്ടതെന്ന് 2 പേർക്കും കൺഫ്യൂഷൻ ആവും. അങ്ങനെ ഒരു ഇടി നടന്നു കഴിഞ്ഞാൽ അപകടത്തിൻ്റെ ആഴം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് മിനിയാന്താണ് സംഭവത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കൂൾ ബസ്സാണ്, ചെറിയ കുട്ടികളെയും കൊണ്ട് ഒരു സ്കൂൾ ബസ്സാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നത്. എതിരെ വരുന്ന ഒരു ടിപ്പർ ലോറിയിലോ അല്ലെങ്കിൽ മറ്റൊരു ബസ്സിലോ ആണ് ഈ സ്കൂൾ ബസ് ഇടിച്ചിരുന്നെങ്കിൽ നിരവധി കുട്ടികൾക്ക് മാരകമായ പരിക്ക് പറ്റാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു നിർഭാഗ്യവനായ ബൈക്ക് യാത്രക്കാരൻ ആ സ്കൂൾ വാനിട്ട് ഇടിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഏതായാലും തേഞ്ഞിപ്പലം SHO എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇനി മുതൽ കർശന നടപടികളായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇനിയൊരു മരണമോ അല്ലെങ്കിൽ ഒരു അപകടമോ എതിർ ദിശയിൽ റോങ് സൈഡിൽ കൂടി വന്നു കയറിയിട്ട് അപകടം ഉണ്ടാക്കുന്നവർ ജയിലിൽ പോകാൻ തയ്യാറായിട്ട് തന്നെ വന്നാൽ മതി. അത് പിന്നീട് അതിനകത്തൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല, കനത്ത തുക ഫൈനും അടപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു എക്സ്ക്യൂസ് വേണം, ഞങ്ങൾ ടാക്സി ഓടിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. സ്ട്രിക്റ്റായിട്ടുള്ള നടപടികളെടുക്കും. അപ്പോൾ അത് ഇനി ഒരു കാരണവശാലും ഈ റോങ് സൈഡിൽ കയറി വന്നിട്ട് ഒരു അപകടം നമ്മുടെ ലിമിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലയിൽ തന്നെ ഉണ്ടാകാനായിട്ട് ഇടവരുത്തരുത് ആരും. ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു റീടേക്ക് ഇല്ല. നമ്മുടെ ജീവൻ റോഡിൽ വെറുതെ ബലി കഴിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയും അതിനുള്ള കരുതൽ എല്ലാവരും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയപാതയിൽ വൺവേ തെറ്റിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെ കനത്ത ശിക്ഷാ നടപടിയുമായി തേഞ്ഞിപ്പലം പോലീസ്. മഫ്റ്റിയിൽ എത്തുന്ന പോലീസ് വൺവേ തെറ്റിച്ചെത്തുന്നവരുടെ ഫോട്ടോ പകർത്തിയാണ് തുടർ നടപടികൾ സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് കോഹിനൂറിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച 6-വരിപ്പാതയിൽ വൺവേ തെറ്റിച്ചെത്തിയ സ്കൂൾ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിക്കാനിടയായ സാഹചര്യത്തിലാണ് പോലീസ് ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയത്. അപകടത്തിനിടയാക്കിയ സ്കൂൾ ബസ് ഡ്രൈവറെ കോടതി റിമാൻഡ് ചെയ്തു. 6-വരിപ്പാതയിലും സർവീസ് റോഡിലും വൺവേ തെറ്റിച്ചെത്തുന്ന വാഹനങ്ങൾക്കും ഇത്തരം സ്ഥലങ്ങളിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെയും നടപടിയുണ്ടാകും. ദേശീയപാതയുടെ കിഴക്കുവശം കോഹിനൂർ മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള ഭാഗം വൺവേ സംവിധാനം അല്ലെന്ന വ്യാജേന വാഹനങ്ങൾ വ്യാപകമായി എതിർദിശയിലൂടെ പോകുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരത്തിലൊരു സർക്കുലർ നിലവിലില്ലാത്തതിനാൽ ഇതുവഴി നിയമവിരുദ്ധമായി വൺവേ തെറ്റിച്ചെത്തുന്ന വാഹനങ്ങൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു. കോഹിനൂർ മുതൽ യൂണിവേഴ്സിറ്റി വരെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് കുറച്ചുകൂടി പോലീസ് സ്റ്റേഷൻ വരെയൊക്കെ സർവീസ് റോഡ് 2 വേ ആണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കുമുണ്ട്.
പലർക്കും ഉണ്ട്. അതങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം കുറച്ച് വീതിയിലാണ് അവിടെ റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. അപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം പോലും ന്യായം എതിരെ വരുന്ന വാഹനത്തിലുള്ളവർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. അത് പ്രത്യേകം പറയുന്നു. ഈ പറയുന്ന കോഹിനൂർ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗം പ്രത്യേകിച്ച് അതിന് 2 വേ ആണെന്നുള്ളതിനായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും പോലീസിനും കിട്ടിയിട്ടില്ല, മറ്റ് അധികാരികൾ അത് ഇറക്കിയിട്ടുമില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാക്കഞ്ചേരിയിൽ റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കിങ്ഫ്ര ടെക്നോ പാർക്കിലേക്കുള്ള ചരക്കു ലോറികൾ ഉൾപ്പെടെ പതിവായി വൺ വേ തെറ്റിച്ചു പോകുന്നത് അപകട ഭീഷണിയുണ്ടാക്കുന്നതായും ഇവിടെ പതിവായുള്ള ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നതായും പരാതിയുണ്ട്. അതേസമയം ദൂരദിക്കിൽ നിന്നുൾപ്പെടെ 6-വരിപ്പാതയിലൂടെ എത്തുന്ന വാഹനങ്ങൾക്ക് ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നതിന് ദിശാ ബോർഡുകൾ ഇല്ലാത്തത് പ്രയാസം സൃഷ്ടിക്കുന്നതായി യാത്രക്കാർ പരാതിപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി സംവിധാനമുണ്ടാക്കാൻ NH വിഭാഗവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്നും അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ യാത്രക്കാർ പോലീസിന്റെ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും തേഞ്ഞിപ്പലം HSO ജീവൻ ജോർജ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.